നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേലക്കരയിൽ മികച്ച പോളിംഗ്, ശുഭപ്രതീക്ഷയോടെ മുന്നണികൾ. വോട്ടെടുപ്പ് പൂർത്തിയായത് 6 മണിക്ക്. വ്യക്തമായ പോളിംഗ് ശതമാനം അല്പസമയത്തിനകം. കേരളത്തിൽ നടക്കുന്നത് വഖഫ് ബോർഡിന്റെ ലാൻഡ് ജിഹാദ് എന്ന യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ MP. വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധം. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ മോദി സർക്കാർ വഖഫ് ബോർഡ് ആക്ടിൽ ഭേദഗതി കൊണ്ടുവരും. മോദി ഭരിക്കുന്ന കാലത്തോളം വഖഫിന് ആരുടെയും ഭൂമി തട്ടിയെടുക്കാൻ കഴിയില്ലെന്നും തേജസ്വി സൂര്യ. ചെറുതുരുത്തിയിൽ കാറിൽ നിന്ന് പണം പിടികൂടിയതുമായി ബന്ധപ്പെട്ട് തന്റെ പേര് അനാവശ്യമായി പരാമർശിച്ച കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. അനിൽ അക്കരയുടേത് നേരും നെറിയുമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം. കുളപ്പുള്ളി സ്വദേശിയിൽ നിന്നാണ് പണം പിടിച്ചതെന്നറിഞ്ഞപ്പോൾ വളരെ തന്ത്രപരമായി തന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നെന്നും MR മുരളി. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. 6.25 കിലോ കഞ്ചാവുമായി പോലീസിന്റെ പിടിയിലായത് ബംഗാൾ ബർദമാൻ ജിക്ര സ്വദേശി ഫജൽ മണ്ഡൽ. ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവെന്ന് പോലീസ്. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യാൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ സംബന്ധിച്ച പഠനത്തിനായി തമിഴ്നാട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ സംഘം ഷൊർണൂരിൽ. ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലെ വനപാലകർക്കായി പ്രത്യേക പഠന ക്ലാസ് നടത്തി. വിവിധ പാടശേഖരങ്ങൾ സംഘം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. ചേലക്കര വിധി എഴുതി. വൈകുന്നേരം 5:30 വരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 മണിക്ക് വോട്ടെടുപ്പ് പൂർത്തിയായി. അതേസമയം നിശ്ചിത സമയത്ത് പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിച്ചവർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം സംബന്ധിച്ച കൃത്യമായ കണക്ക് പുറത്തുവരാൻ അല്പസമയം കൂടിയെടുക്കും. ചേലക്കര നിയോജക മണ്ഡലത്തിലെ മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ ദൃശ്യമായത് വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. മണ്ഡലത്തിലെ വോട്ടർമാരായ NDA LDF സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വോട്ട് ചെയ്തു. രാവിലെ 10 മണിയോടെ തോന്നൂർക്കരയിലെ ബൂത്തിൽ മുൻ MLA കൂടിയായ K രാധാകൃഷ്ണൻ MP വോട്ട് രേഖപ്പെടുത്തി. രാവിലെ മുതൽ ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആവേശം പ്രകടമായിരുന്നു. രാവിലെ മുതൽ തന്നെ ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായി. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ തിരുവല്ലാമല പാമ്പാടി സ്കൂളിലെ ബൂത്ത് നമ്പർ 116-ൽ രാവിലെ 7:30-ക്ക് വോട്ട് രേഖപ്പെടുത്തി. വിജയമുറപ്പാണെന്നും ചേലക്കരയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം K ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലെ ബൂത്ത് നമ്പർ 25-ൽ വോട്ട് ചെയ്തു. ചേലക്കരയിൽ വൻ ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുമെന്ന് UR പ്രദീപ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചു. മണ്ഡലത്തിലെ മുൻ MLAയും നിലവിലെ MPയുമായ K രാധാകൃഷ്ണൻ തോന്നൂർക്കരയിലെ ബൂത്ത് നമ്പർ 75-ൽ രാവിലെ 10 മണിക്ക് വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിൽ നടക്കുന്നത് വഖഫ് ബോർഡിന്റെ ലാൻഡ് ജിഹാദ് എന്ന യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ. പാലക്കാട് NDA തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ മോദി സർക്കാർ വഖഫ് ബോർഡ് ആക്ടിൽ ഭേദഗതി കൊണ്ടുവരുമെന്നും തേജസ്വി സൂര്യ പറഞ്ഞു. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്ന കാലത്തോളം വഖഫ് ആരുടെയും ഭൂമി തട്ടിയെടുക്കില്ലെന്ന് തേജസ്വി സൂര്യ പറഞ്ഞു. ക്ഷേത്രങ്ങളുടെ സ്ഥലം വരെ വഖഫ് കയ്യേറുന്നുണ്ട്. സാംസ്കാരിക കേന്ദ്രങ്ങൾ, പൈതൃക ഭൂമി, ആരാധനാലയങ്ങൾ, കിടപ്പാടം, കൃഷിഭൂമി എന്നിവയിന്മേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുകയാണ്. വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് മുസ്ലിം സമുദായത്തിന് പ്രത്യേക അവകാശം നൽകുന്നു. മതത്തിൻ്റെ പേരിൽ ഭൂമിക്കായുള്ള വേട്ടയാടൽ തുടരുകയാണ്. ഹിന്ദുക്കൾക്ക് ഭാരതമല്ലാതെ മറ്റൊരു രാജ്യമില്ലെന്നും അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ മോദി സർക്കാർ വഖഫ് ബോർഡ് ആക്ടിൽ ഭേദഗതി കൊണ്ടുവരുമെന്നും തേജസ്വി സൂര്യ പറഞ്ഞു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് അവർ റിലീജിയസ് പ്ലേസസ്, ഓഫ് അവർ അഗ്രികൾച്ചറൽ ലാൻഡ്സ്, ഓഫ് അവർ ചർച്ചസ് ആൻഡ് ടെമ്പിൾസ് from the illegal encroachment of the Waqf board. If even today Waqf board is given powers to claim any land on the basis of religion, then where should we go?
They have so many other countries to go, but Hindus have only one country. If not Bharat, if not Kerala, if not Karnataka, where will we go? It is our dharmic duty, it is our survival that we need to protect through the amendment of this Waqf Act. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ, ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ, BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്, സംസ്ഥാന വക്താവ് ശ്രീപത്മനാഭൻ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, ജനറൽ സെക്രട്ടറിമാരായ പി വേണുഗോപാൽ, AK ഓമനക്കുട്ടൻ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ, BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN അനുരാഗ്, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രഘു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തിൽ കാറിൽ നിന്ന് പണം പിടികൂടിയതുമായി ബന്ധപ്പെട്ട തന്റെ പേര് അനാവശ്യമായി പരാമർശിച്ച കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. കുളപ്പുള്ളി സ്വദേശിയിൽ നിന്നാണ് പണം പിടിച്ചതെന്നതിനാൽ ഇതിനെ താനുമായി ബന്ധപ്പെടുത്തി വിവാദമുണ്ടാക്കുന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. തീർത്തും അനാവശ്യമായാണ് CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ തന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചത്. ചേലക്കരയിൽ UDF വൻ പരാജയം ഏറ്റുവാങ്ങുമെന്നുറപ്പായപ്പോൾ സ്വന്തം തടി രക്ഷിക്കാൻ അനിൽ അക്കര വഴിവിട്ട മാർഗം സ്വീകരിക്കുകയാണ്. ഇത് നെറുകെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും MR മുരളി പറഞ്ഞു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് കഞ്ചാവുമായി ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. പശ്ചിമബംഗാൾ ബർധമാൻ ജിക്ര സ്വദേശി ഫജൽ മണ്ഡലിനെയാണ് ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് കഞ്ചാവുമായി 29 വയസ്സുള്ള പശ്ചിമബംഗാൾ ബർധമാൻ ജിക്ര സ്വദേശി ഫജൽ മണ്ഡലിനെ ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത്. രാവിലെ 9ഓടെ ട്രെയിൻ ഇറങ്ങി വരുന്നതിനിടെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന 6.25 കിലോ കഞ്ചാവ് കസ്റ്റഡിയിലെടുത്തു. വിൽപ്പനയ്ക്കായി ഇവിടെ എത്തിച്ച കഞ്ചാവാണിത്. ഒറ്റപ്പാലം SI M സുനിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി സ്ത്രീയുടെ 2 കാലുകൾ നഷ്ടപ്പെട്ടു. റെയിൽവേ ട്രാക്ക് മുറിച്ചു കിടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കരുനാഗപ്പള്ളി സ്വദേശിനി ശുഭകുമാരിയാണ് അപകടത്തിൽപ്പെട്ടത്. കൊച്ചുവേളി കോർബ എക്സ്പ്രസ്സാണ് ഇവരെ തട്ടിയത്. KSRTC കണ്ടക്ടറാണ് ശുഭകുമാരി. നവീകരണം നടക്കുന്ന പട്ടാമ്പി കുളപ്പുള്ളി പാത തുടർച്ചയായി അടച്ച് പ്രവൃത്തി നടത്തുന്നത് മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് കോൺഗ്രസ് കർഷക തൊഴിലാളി ഫെഡറേഷൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രശ്നം കിഫ്ബി അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നും സമ്പൂർണ്ണ ടാറിംഗ് വേളയിലല്ലാതെ റോഡ് അടച്ചിടില്ലെന്ന് എഞ്ചിനീയർമാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഫെഡറേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് A ശ്രീനിവാസൻ പറഞ്ഞു. ടാറിങ്ങിനായി 3 ദിവസം അടച്ചിട്ട പാത ഇന്നലെ രാത്രി മുതൽ 2 ദിവസത്തേക്ക് വീണ്ടും അടച്ചിടുമെന്ന അറിയിപ്പ് യാത്രക്കാർക്കിടയിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. ഷൊർണൂർ പട്ടാമ്പി സബ് ജില്ലാ സ്കൂൾ കലോത്സവങ്ങൾ ഉൾപ്പെടെ പുരോഗമിക്കുന്നതിനിടെ പാത അടച്ചിടുന്നത് ഉചിതമല്ലെന്ന അഭിപ്രായം ഉയരുകയുണ്ടായി. സമൂഹമാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ച് വലിയ ചർച്ചയുണ്ടായ സാഹചര്യത്തിലാണ് വാടാനംകുറിശി മേഖലയിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടത്. മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റും കർഷക തൊഴിലാളി ഫെഡറേഷൻ നേതാവുമായ A ശ്രീനിവാസൻ, VT അലി, PK അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിഷയം ബുധനാഴ്ച കിഫ്ബി പൊതുമരാമത്ത് വകുപ്പ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കാത്ത രീതിയിൽ നവീകരണ പ്രവൃത്തികൾ നടത്തുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി A ശ്രീനിവാസൻ പറഞ്ഞു. കുളപ്പള്ളി പട്ടാമ്പി റോഡിൻ്റെ പണി നടത്തുന്ന ഭാഗമായിട്ട് ഈ റോഡ് അടച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രക്രിയ ചെയ്യുന്നതിനെതിരായി ഇന്ന് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ ശ്രമിക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കാണാൻ ശ്രമിക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ റോഡ് പണിയുടെ ഭാഗമായി കോൺക്രീറ്റ് റോഡ് ടാർ ചെയ്യുന്ന സമയത്ത് മാത്രമേ മുഴുവൻ അടയ്ക്കുകയുള്ളൂ. അല്ലാത്ത സമയം പകുതി വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം ചെയ്യാമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഏറ്റിട്ടുണ്ട്. അത് മാത്രമല്ല, കുളപ്പള്ളിയും മേലെപ്പട്ടാമ്പിയും വണ്ടികൾ ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇവരെ മുന്നറിയിപ്പില്ലാതെ റോഡ് അടയ്ക്കുന്നത് മൂലം വിദ്യാർത്ഥികൾ, സാധാരണക്കാരായ നാട്ടുകാർ, രോഗികൾ, കച്ചവടക്കാർ അങ്ങനെയുള്ള ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണമാണ് ഇത് ഞങ്ങൾ പ്രതികരിക്കുവാൻ കാരണം. റോഡ് നിർമ്മാണം വളരെ വേഗം പൂർത്തിയാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. പല ഭാഗങ്ങളിലായി പ്രവൃത്തി നടത്തുന്നതാണ്
പലപ്പോഴും പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത്. കൾവർട്ട് നിർമ്മാണത്തിൽ ഉൾപ്പെടെ പലവിധ പാളിച്ചകളും കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കാട്ടുപന്നി നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഫോറസ്റ്റ് സംഘത്തിനായി ഷൊർണൂരിൽ പഠന ക്ലാസ് നടത്തി. ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ നഗരസഭാ കൗൺസിൽ ഹാളിൽ നടത്തിയ ക്ലാസ് ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കേരള സംസ്ഥാന മോഡൽ പഠിക്കുന്നതിനായാണ് തമിഴ്നാട് ഫോറസ്റ്റ് സംഘം ഷൊർണൂരിലെത്തിയത്. ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചിന്റെ നേതൃത്വത്തിലാണ് ഷൊർണൂർ നഗരസഭയിൽ വെച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ സംബന്ധിച്ച് ഇവർക്കായി പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KP ജിനേഷ്, തമിഴ്നാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ K കുലശേഖർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ NK ഗിരീഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ OK സഞ്ജു, നഗരസഭാ സെക്രട്ടറി P രാജേഷ്, ഷൊർണൂർ കൃഷി ഫീൽഡ് ഓഫീസർ P സിന്ധു, നഗരസഭ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീവിലാസ്, നഗരസഭാ പാടശേഖര ഏകോപന സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി K അശോകൻ, ADC മെമ്പർ A ശശിധരൻ നായർ, കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി C ബിജു, അംഗീകൃത M പാനൽ ഷൂട്ടർമാരായ അബ്ബാസ്, സുരേഷ്, അസി, സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പാടശേഖരങ്ങളും സംഘം സന്ദർശിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃത്താല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക് പരിസരത്തെ ടേക്ക് എ ബ്രേക്ക് കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. ഡിസംബർ മാസത്തോടെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ അറിയിച്ചു. പരുതൂർ ഗ്രാമപഞ്ചായത്ത് 2021-22 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. തൃത്താല മണ്ഡലത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിനോട് ചേർന്നാണ് കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നത്. അവധി ദിനങ്ങളിൽ ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന വെള്ളിയാങ്കല്ലിൽ പ്രാഥമിക കൃത്യനിർവഹണത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഇല്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. പരുതൂർ പഞ്ചായത്തിന്റെ വഴിയോര വിശ്രമ കേന്ദ്രം യാഥാർത്ഥ്യമാവുന്നതോടെ ഇത്തരം പരാതികൾക്ക് അവസാനമാവുമെന്നാണ് പ്രതീക്ഷ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 6 ശുചിമുറികളാണ് ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിലൊരുങ്ങുന്നത്. അംഗപരിമിതർക്കായി ഭിന്നശേഷി സൗഹൃദ ബാത്റൂമും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ അമ്മമാർക്കായി മുലയൂട്ടൽ മുറി, വാട്ടർ ATM സംവിധാനം എന്നിവയും കെട്ടിടത്തിലുണ്ടാവും. 2023 ഏപ്രിൽ 17 പരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. ഏതാനും സാങ്കേതിക തടസ്സങ്ങൾ മൂലം കെട്ടിട നിർമ്മാണം വൈകിയിരുന്നു. നിലവിൽ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ഡിസംബർ മാസത്തിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും APM സക്കറിയ അറിയിച്ചു. ടേക്ക് എ ബ്രേക്ക് കെട്ടിടം യാഥാർത്ഥ്യമാവുന്നതോടെ വെള്ളിയാങ്കൽ സന്ദർശകർക്കും വഴിയാത്രക്കാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ കൊങ്ങാട് KPRP ഹൈസ്കൂൾ വിദ്യാർത്ഥിനി KR അനുശ്രീക്ക് സ്വീകരണം നൽകി ജന്മനാട്. കേരളശ്ശേരി സ്വദേശിയായ അനുശ്രീക്ക് 3-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. അനുശ്രീക്ക് ഉപഹാരം സമ്മാനിച്ചുകൊണ്ട് സ്വീകരണ യോഗത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ നിർവഹിച്ചു. പഞ്ചായത്താക്കി മാറ്റിയിട്ട് കലാകാര പഞ്ചായത്ത് മാറ്റണമെന്ന് അത് വാദ്യകലാകാരന്മാർ കുറേ പേര് പറയുന്നു. കാരണം നമ്മുടെ കേരളത്തിൽ നിൽക്കാറ് പല വാർഡുകളിലും പല രംഗത്ത് പ്രവർത്തിക്കുന്ന മികച്ച കലാകാരന്മാരുണ്ട്. ഏത് വാർഡായിക്കോട്ടെ, ഒരു 1-ാം വാർഡ് 13-ാം വാർഡ് പേര് നോക്കിയാലുണ്ട്. ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, വാദ്യകലാ രംഗത്ത്, സ്പോർട്സ് രംഗത്തും അനുശ്രീയെ പോലെ പല കാര്യങ്ങളിലും മികച്ചായ പ്രകടനം കാഴ്ചവെച്ച ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് പ്രോത്സാഹനം നടക്കുക, അതുപോലെ പാരന്റ്സ് അവരുടെ രക്ഷിതാക്കള് മുന്നിലെത്തിക്കുക, കുട്ടികൾ അതുപോലെ പഠനവും. അനുശ്രീ +1 ആണ് പറഞ്ഞു, പഠന രംഗത്തും മികച്ച പഠനം നേടാൻ കഴിയട്ടെ. വാർഡ് അംഗം രമാമുരളി അനുശ്രീയെ പൊന്നാടയിട്ട് ആദരിച്ചു. P രാജേഷ് കുമാർ, UK ഹരിദാസ്, K പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുണ്ടളശ്ശേരി കിഴക്കേക്കര വീട്ടിൽ രാധാകൃഷ്ണന്റെയും ശ്രീജയുടെയും മകളാണ് KR അനുശ്രീ. അമ്മ തൊഴിലുറപ്പ് തൊഴിലാളിയും അച്ഛൻ കൊമ്പുവാദ്യ കലാകാരനുമാണ്. സഹോദരി അഖിലയും കലാരംഗത്ത് സജീവമാണ്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഷൊർണൂർ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം ആരംഭിച്ചു. അങ്ങാടിപ്പുറം പ്രദീപ് പണിക്കർ, പടുമണ്ണ കളരിക്കൽ ശ്രീജൻ പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല പ്രശ്നം. വ്യാഴാഴ്ച പ്രശ്നവിധികൾ സമാപിക്കും. തന്ത്രി തീയന്നൂർ ശങ്കരനാരായണൻ ഉണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളോടെയാണ് അഷ്ടമംഗല പ്രശ്നം ആരംഭിച്ചത്.
പ്രധാന വാർത്തകൾ വീണ്ടും. ചേലക്കരയിൽ മികച്ച പോളിംഗ്, ശുഭപ്രതീക്ഷയോടെ മുന്നണികൾ. വോട്ടെടുപ്പ് പൂർത്തിയായത് 6 മണിക്ക്. വ്യക്തമായ പോളിംഗ് ശതമാനം അല്പസമയത്തിനകം. കേരളത്തിൽ നടക്കുന്നത് വഖഫ് ബോർഡിന്റെ ലാൻഡ് ജിഹാദ് എന്ന യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ MP. വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധം. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ മോദി സർക്കാർ വഖഫ് ബോർഡ് ആക്ടിൽ ഭേദഗതി കൊണ്ടുവരും. മോദി ഭരിക്കുന്ന കാലത്തോളം വഖഫിന് ആരുടെയും ഭൂമി തട്ടിയെടുക്കാൻ കഴിയില്ലെന്നും തേജസ്വി സൂര്യ. ചെറുതുരുത്തിയിൽ കാറിൽ നിന്ന് പണം പിടികൂടിയതുമായി ബന്ധപ്പെട്ട് തന്റെ പേര് അനാവശ്യമായി പരാമർശിച്ച കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. അനിൽ അക്കരയുടേത് നേരും നെറിയുമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം. കുളപ്പുള്ളി സ്വദേശിയിൽ നിന്നാണ് പണം പിടിച്ചതെന്നറിഞ്ഞപ്പോൾ വളരെ തന്ത്രപരമായി തന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നെന്നും MR മുരളി. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. 6.25 കിലോ കഞ്ചാവുമായി പോലീസിന്റെ പിടിയിലായത് ബംഗാൾ ബർദമാൻ ജിക്ര സ്വദേശി ഫജൽ മണ്ഡൽ. ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവെന്ന് പോലീസ്. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യാൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ സംബന്ധിച്ച പഠനത്തിനായി തമിഴ്നാട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ സംഘം ഷൊർണൂരിൽ. ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലെ വനപാലകർക്കായി പ്രത്യേക പഠന ക്ലാസ് നടത്തി. വിവിധ പാടശേഖരങ്ങൾ സംഘം സന്ദർശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.